എടോ ഞങ്ങൾക്ക് ഇനി താല്പര്യമില്ല. ഒന്ന് കാണുന്നതിനെന്താ പ്ലീസ് ഒന്ന് ജസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാല്ലേ. പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം, ഒരു വാർത്ത വേണം അല്ലെ? ഇപ്പോൾ മിക്കവാറും പത്രങ്ങളുടെയും TV ചാനലുകളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥയുണ്ടാക്കി കാത്തണം ചേട്ടാ. ഓരോ മണ്ഡലത്തിലേക്കും പറ്റിയ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഏറ്റവും അവസാനം കേട്ട ഒരു വലിയ തമാശ എന്ന് പറയുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ മഞ്ജു വാര്യർ മത്സരിക്കും എന്നുള്ളത്. അങ്ങനെ രഹസ്യം പറഞ്ഞെന്നെ വീഴ്ത്താനൊന്നും നോക്കണ്ട. ഒരു കാരണവശാലും മത്സരിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരാളുടെ പേര് മാധ്യമങ്ങൾ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുക. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തരെ എഴുന്നള്ളത്ത് നടത്തുന്നത്. ഏതായാലും മഞ്ജു വാര്യർ സിനിമാ അഭിനയത്തിൽ തന്നെ നിൽക്കാം, രാഷ്ട്രീയം തന്റെ മേഖലയല്ല എന്ന് തുറന്നു പറഞ്ഞു. പറ്റില്ല ആ ഒരു ആശങ്ക. അതിനിപ്പോ എന്ത് ചെയ്യാൻ? ഇതിന്റെ ഇടയിലായി പോയി. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കോട്ടെ. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കിംവദന്തി പത്തനംതിട്ട മണ്ഡലത്തിൽ ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കും എന്നുള്ളത്. അതെ, മാഷോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ, പറഞ്ഞാ കേക്കണ്ടേ. സീറ്റില്ലാതെ ഇപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു ലാവണവും ഇല്ലാത്ത അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നിർത്തി ഒരു പാഠം കൂടി പഠിപ്പിക്കാനാണ് ഭയങ്കരം തന്നെ പിണറായി സഖാവിന്റെ ആലോചന എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തൊരു പണിയാണ് സാറേ കാണിച്ചത്? വേണ്ട, സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. വന്യ വയോധികനായ തോമസ് ഐസക്കിനെ പത്തനംതിട്ട കൊണ്ട് നിർത്തിയ അതിന്റെ പ്രത്യാഘാതം ഏത് രീതിയിലായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നത്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കാൻ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.